ചിക്കൻ വാങ്ങാനും കറി വയ്ക്കാനും ഒക്കെ സമയമെടുക്കും. അതിനൊന്നും സമയമില്ലാത്ത ഒരാളുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ. ദീപക് മലയമ്മ നേരെ ഹോട്ടലിലേക്ക് വെച്ചുപിടിച്ചു. കോഴിവില കൂടിയതോടെ ഹോട്ടൽ ഉടമകൾ പ്രതിസന്ധിയിലാണ് എന്ന് നമ്മൾ വാർത്തയിൽ പറഞ്ഞു കഴിഞ്ഞു. വില കൂട്ടാനും പറ്റില്ല, നിലവിലുള്ളതുപോലെ നൽകിയാൽ നഷ്ടവും നേരിടണം. ദീപക് മലയമ്മ ഹോട്ടലിൽ ചെന്ന് കണ്ടത് എന്താണെന്ന് നോക്കാം അടുത്തതായി. സംസ്ഥാനത്ത് ചിക്കൻ നല്ല രീതിയിൽ വില കൂടിയിട്ടുണ്ട്. ആ വില കൂടൽ ഹോട്ടലുകളുടെ അടുക്കളയെ എങ്ങനെയെങ്കിലും ബാധിച്ചിട്ടുണ്ടോ? ചിക്കൻ്റെ പീസിന് വലിപ്പം കുറഞ്ഞിട്ടുണ്ടോ? ഒന്ന് പോയി നോക്കിയിട്ട് വരാം. വാ. അങ്ങനെ നമ്മളൊരു കിച്ചണിലേക്ക് കടക്കുകയാണ്. ഇന്ത്യൻ കോഫി ഹൗസ് ആണ്, കോഴിക്കോടുള്ളതാണ്. ഞാനിപ്പോൾ അവരുടെ കിച്ചണിലേക്ക് ഇങ്ങനെ പ്രവേശിക്കുമ്പോൾ എനിക്കിപ്പോൾ ഇവിടെ മാനേജറുണ്ട്. നമസ്കാരം. നമസ്കാരം. എന്നിട്ട് വിശേഷം? ഉഷാറായിട്ട് പോകുന്നു. ഇവിടെ ഇപ്പം സജീവമാണ്, ഉച്ച സമയമാണ് അല്ലേ? എല്ലാവർക്കും ബിരിയാണിയൊക്കെ ഇങ്ങനെ വിളമ്പി നിൽക്കുന്ന സമയം, ഇറക്കിയുള്ള സമയമാണ്. അപ്പം ഞാൻ വന്നിരിക്കുന്ന ഒറ്റ കാര്യം ചോദിക്കാനാ, ചിക്കൻ്റെ വില പൊതുവേ കൂടിയിട്ടുണ്ടല്ലോ, നിങ്ങളുടെ ചിക്കൻ പീസിൻ്റെ വലിപ്പം കുറഞ്ഞു? ഇല്ല, ചിക്കൻ്റെ പീസിൻ്റെ വലിപ്പമൊന്നും കുറച്ചില്ല. അതേ ക്വാളിറ്റി തന്നെ നമ്മൾ കൊടുക്കുന്നത്. അതിലൊന്നും കുറവൊന്നും വരുത്തിയിട്ടില്ല. നമുക്കത് നോക്കിയാലോ? ഈ നിങ്ങൾ കൊടുക്കുന്ന ബിരിയാണിയിലെ ചിക്കൻ്റെ ഇത് നേരത്തെ അതേ വലുപ്പമാണ് ആണല്ലേ? ഒരു 2 പീസ് ഒരു ചിക്കൻ ബിരിയാണി 145 രൂപ. ഈ നേരത്തെ ചിക്കന് വില കുറഞ്ഞ സമയത്ത് 145 രൂപയ്ക്ക് തന്നെയാണ്. അതെ. ഇപ്പം വില കൂടിയില്ല. അപ്പം പിന്നെ എങ്ങനെ ഒക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ലാഭത്തിൽ കുറച്ച് ഒരു കുറവുണ്ടാവും, എന്നാലും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. കച്ചവടത്തിൽ കുറച്ച് വർദ്ധിച്ചിട്ടുണ്ട് ചിക്കൻ്റെ ഐറ്റംസ് ഒക്കെ. അതേ റേറ്റിൽ തന്നെ കൊടുക്കുന്നതുകൊണ്ട് മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടായതുകൊണ്ട് ആളുകൾ ചിക്കൻ്റെ ഐറ്റംസിന് കുറച്ചുകൂടി ആളുകൾ വന്ന് വരുന്നുണ്ട്. ചിക്കൻ്റെ ഐറ്റംസ് കഴിക്കാൻ. ഇത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ഐറ്റം ഏതാ ഉള്ളത്? 65 അവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കും. ഇതിൽ നേരത്തെ ഉണ്ടായിരുന്ന അത്രയും പീസിന്റെ എണ്ണത്തിൽ കുറവുണ്ടെന്ന് കേൾക്കുന്നില്ല? കുറവില്ല. 16 പീസാണ് ഒരു ഫുള്ളിൽ കൊടുക്കുക. 375 രൂപ. 375 രൂപ. ആ 375 രൂപയിൽ ഇനി കൂട്ടേണ്ട സാഹചര്യം ഉണ്ടോ ഇപ്പോൾ? അല്ല, ഇങ്ങനെ പോവുകയാണെങ്കിൽ കൂട്ടേണ്ടി വരും. കാരണം ഒരേ ലെവലാണ് നിൽക്കുന്നത്. ഇപ്പോൾ 240 ഞങ്ങൾ എടുക്കുക, 230, 240 റേഞ്ചിലാണ് നിൽക്കുന്നത്. കുറച്ചുകൂടി വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കൂടുതൽ വർദ്ധിക്കുകയാണെങ്കിൽ ചിക്കൻ ഏതെങ്കിലും ഐറ്റംസിന് വർദ്ധിപ്പിക്കാതെ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല. പെട്ടെന്ന് കൂട്ടൂല, എന്നാലും അതിൻ്റെ നമുക്ക് എന്താണെന്ന് ഹെഡ് ഓഫീസൊന്നും അതിൻ്റെ മൊത്തത്തിലുള്ള തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടേ കൂട്ടാൻ പറ്റും. സ്വകാര്യ മലയാളിമാർ കൂട്ടുന്നതിന് കൂട്ടാൻ വേണ്ടി കഴിയില്ല. സൊസൈറ്റി ആണല്ലോ. പുറത്തുള്ള മറ്റു ഹോട്ടലുകളൊക്കെ ഈ ചിക്കൻ്റെ വില കൂടുന്നതനുസരിച്ച് കൂട്ടാനുള്ള സാധ്യതയുണ്ട്. അതുണ്ടാവും. സ്വാഭാവികമായിട്ട് അവർക്ക് പിടിച്ച് നിൽക്കണം, കൂട്ടാതെ നിവർത്തിയില്ല. ഈ കച്ചവടം കൂടുതലുണ്ടെങ്കിൽ തൽക്കാലം പിടിച്ച് നിൽക്കാം. ക്വാണ്ടിറ്റി കൂടുതൽ എണ്ണം പോകുമല്ലോ, അപ്പം ലാഭത്തിൻ്റെ അകത്ത് വലിയ വേരിയേഷൻ വരാത്ത രീതിയിലേക്ക് സാധനങ്ങൾ മുന്നോട്ട് പോകും. ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറയപ്പെടുന്ന ഒരു ഐറ്റം വേറെ ഏതാ? പിന്നെ പെപ്പർ ചിക്കൻ ഉണ്ട്. പെപ്പർ ചിക്കനൊക്കെ ആകുന്നേ ഉള്ളൂ. അത് പറയുന്ന സമയത്ത് ഉണ്ടായി കൊടുക്കും. ഇപ്പം നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ 65. ചിക്കൻ കറി എന്താ? ചിക്കൻ കറി ഉണ്ട്. ചിക്കൻ കറിക്ക് 75 റുപ്പീസാണ് ഒരു പ്ലേറ്റ്. 2 പീസ് ഉണ്ടാവും ഒരു ഇതിൽ. അതുകൂടി കാണിച്ചു കൊടുത്താലോ നമുക്ക്? എങ്ങനെയുള്ള 2 പീസാണ്? 75 രൂപ 2 പീസ്. ഇതൊക്കെ വറുത്തരച്ചിട്ട് ഉണ്ടാക്കുന്നത്, തേങ്ങ വറുത്തരച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് മസാലക്കറിയാണ്. ഞാൻ വീണ്ടും ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, ഇങ്ങനെ വില കൂടിക്കഴിഞ്ഞാലേ മൊത്തത്തിൽ അത് വ്യാപാരത്തെ ബാധിക്കുന്ന സാഹചര്യം ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഉണ്ട് വരും. ഇങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി എല്ലാ രീതിയിൽ തന്നെ പോകുകയാണെങ്കിൽ വ്യാപാരത്തിന് ബാധിക്കും. കാരണം നമുക്ക് ഇനിയിപ്പോൾ കുറച്ചും കൂടിയൊക്കെ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ വേണ്ടി കഴിയും. എന്താണ് ഇപ്പോൾ നിങ്ങൾ മാർക്കറ്റിൽ പോയി ചിക്കൻ വാങ്ങിക്കുന്ന സമയത്ത് അവരെന്തുകൊണ്ടാണ് ഈ വിലവർദ്ധനവ് ഇങ്ങനെ പറയുന്നുണ്ട്? അല്ല, അവർ പറയുന്നത് എന്താ വെച്ചാൽ റംസാന് ശേഷം വയ്യോട്ട് പോയിട്ടില്ല. നമ്മൾ റംസാനാണ് ഈ വർധനവ് വന്നിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ഉപയോഗമുള്ള സമയമാണ് റംസാൻ കാലം എന്ന് പറയുന്നത്. വിഷു വന്നതിനോട് അടുപ്പിച്ചിട്ട് അന്നേരമുള്ള വർധനവാണ്. ആഘോഷ സമയത്ത് വന്ന വിലവർദ്ധനവ് ഇപ്പോഴും നിൽക്കുക. അതിൽ കൂടുക ചെയ്ത് കുറയുന്നില്ല. അതാണ് അവർ പറയുന്നത്. നമ്മളെ ഡീപ്പായിട്ട് അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ച് പോയിട്ടില്ല വർധനവിനെ സംബന്ധിച്ചിട്ട്. മൊത്തത്തിൽ ഹാപ്പിയാണ്. ഉഷാർ തന്നെ. ചാനലൊക്കെ ഉഷാറല്ലേ? ഗംഭീരമായിട്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ അവിടെ നിന്ന് കയറുമ്പോൾ പറഞ്ഞു ഇനി പീസിൻ്റെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ വലിപ്പത്തിൽ കുറവ് വന്നിട്ടുണ്ടോ പരിശോധിക്കാനാണ് ഞങ്ങൾ വന്നത്. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല നിലവിൽ. വില വർധനവ് ഉണ്ടായിട്ടുണ്ട്, പക്ഷേ അത് ഈ ഡിഷിൻ്റെ വിലയിൽ വർധനവ് ഈ ഒരു ഘട്ടത്തിൽ വരുത്തിയിട്ടില്ല. ഇനി നാളെ പക്ഷേ അത് വരുത്താതെ നിർവാഹം ഉണ്ടാകില്ല എന്നുള്ള സൂചനകൾ കൂടി ഹോട്ടൽ ഉടമകളൊക്കെ നൽകി തുടങ്ങുന്നുണ്ട്. എന്തായാലും ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ ചിക്കൻ്റെ വില കുതിച്ചു വരുന്നത് പോലെ തന്നെ ഡിഷുകളുടെ വിലയിലും എന്തെങ്കിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയുകയും ചെയ്യേണ്ടി വരും. വീഡിയോ ജേർണലിസ്റ്റ് മിജേഷ് അമ്പാടിക്കൊപ്പം റിപ്പോർട്ടർ ദീപക് മലയമ്മ, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.